ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മണിക്കെങ്കിലും എണീക്കണമെന്ന് വിചാരിച്ചാണ്, നടന്നില്ല. 5:30 നമുക്ക് നമ്മുടെ പണികളൊക്കെ തുടങ്ങാം കേട്ടോ. പിന്നെ രാവിലെ പുട്ടും ചെറുപയറും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകട്ടെ. ഞാനപ്പോൾ ആദ്യം അടുക്കളയിൽ വന്ന് ചെയ്യുന്നത് അരി ഇടുകയാണ് കേട്ടോ. അപ്പോൾ അരി അവിടെ നമ്മുടെ സ്റ്റൗവിൽ കിടന്ന് ഇതാകുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാം. അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ടൈം മാനേജ്മെൻറ്റിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ആദ്യം അരി ഇടാം. ഞാൻ എപ്പോഴും കുക്കറിലാണ് ഇടാറ്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും, കുക്കറിലാണ് ഞാൻ ഇടാറുള്ളത് കേട്ടോ. ഒരു പ്രശ്നമില്ലാണ്ട്. സാധാരണ എല്ലാവരും പറയാറുണ്ട് കുക്കറിലിടുമ്പോൾ ഇങ്ങനെ ഒട്ടി കുറുക്ക് പോലെ ഉണ്ടാവും. അത് ശ്രദ്ധിക്കാണ്ടാണ് കേട്ടോ. കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം നല്ലോണം ഒഴിക്കണം. അപ്പോൾ ഭയങ്കരമായിട്ട് കുറുകില്ല. എന്നിട്ട് നമ്മൾ വിസിൽ പോയി അപ്പം തന്നെ ഊറ്റണം. അങ്ങനെ കുറച്ച് ടെക്നിക്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ അടപ്പത്തൊക്കെ ഇടുന്ന പോലത്തെ, അല്ലെങ്കിൽ റൈസ് കുക്കറിലൊക്കെ വെക്കുന്ന പോലത്തെ തന്നെ നല്ല ഒന്നും ഒട്ടാണ്ട് മണി പോലത്തെ നല്ല സൂപ്പറായിട്ട് ചോറ് കിട്ടും കേട്ടോ. ഞങ്ങൾ ആദ്യം ചെറുമണിയായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ജയ അരിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളിയാണ്. ഇപ്പോൾ ജയ അരി നിന്നിട്ട് ഇനിയിപ്പോൾ ചെറുമണി ഓർക്കാനേ വയ്യ. അപ്പോൾ അതിനുശേഷം ഞാൻ ചെയ്യുന്നത്, നമുക്ക് പുട്ടും ചെറുപയറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ പുട്ട് ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. ഇതും നമ്മൾ പൊൻകതിർ വാങ്ങിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചന്തയിൽ നിന്ന് 5 കിലോ പൊടി വാങ്ങിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പുട്ട് ഉണ്ടാക്കാൻ പൊൻകതിറിൻ്റെ അത്രയും അടിപൊളി വേറൊരു സംഭവമില്ല. ഇച്ചിരി വില കൂടുതലാണ് സംഭവത്തിന്, എന്നാൽ നമുക്ക് ഭയങ്കര ഈസിയാണ്. അതേപോലെ തന്നെ നല്ല അടിപൊളി സോഫ്റ്റ് പുട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ തേങ്ങയില്ലാണ്ട് പുട്ടുണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കേ വേണ്ട. ഈ ഒരു പൊൻകതിറാണ് പുട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ഇല്ലെങ്കിലും നല്ല സ്വാദാണ് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ തേങ്ങ ഇടുന്നുണ്ട്, ഇല്ലെങ്കിലും വലിയൊരു സീനില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ചിട്ട് അവിടെ മാറ്റി വെച്ചു. പിന്നെ നമ്മൾ പുട്ടുണ്ടാക്കാൻ നേരത്തെ അതിങ്ങോട്ട് എടുത്താൽ മതി. പിന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന തേങ്ങ അതൊന്ന് ഇങ്ങനെ ഒരു ഡ്രൈ ആയിട്ട് പോലെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചു. അതിനുശേഷം ചായക്ക് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുപയർ വേവിക്കാനായിട്ട് കുക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അടുപ്പത്തെടുത്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ സുക്രൂന് ഇന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ചെറുപയർ കൊണ്ടുപോകാം, അതേപോലെ തന്നെ ഒരു ക്യാരറ്റ് ഉപ്പേരിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്യാരറ്റ് ഒന്ന് അരിഞ്ഞിടാണ് കേട്ടോ. കുറച്ച് ദിവസങ്ങളായി ക്യാരറ്റ് ഫ്രിഡ്ജിലിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തൊലിയുടെ കളറൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. എന്നാലും അതൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കിയിട്ട് അത് തന്നെ നമ്മൾ അരിഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി നോക്കിയാൽ ശരിക്കും ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതേപോലെ ആവും. അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ ഫുള്ളായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ചിരകിയിട്ടുണ്ട്. അതിൽ കുറച്ച് ഞാൻ പുട്ടിലോട്ട് ഇട്ടു. എനിക്ക് സെപ്പറേറ്റ് തേങ്ങ പുട്ടിലിടുന്നത് ഒട്ടും ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ പൊടിയുടെ ഉള്ളിലേക്കാണ് ഇടാറ്. ഈ ഒരു പുട്ടും തേങ്ങ ആലോചിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു ട്രാജഡി ഉണ്ടായിട്ടുണ്ട്. അതിനുണ്ട് ഞാൻ ആലോചിക്കുന്നത്. ആ ട്രാജഡി എനിക്ക് പറയാനായിട്ട് ഇഷ്ടമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തുകൊണ്ട് നമ്മുടെ എന്തിട്ടാണ് ക്യാരറ്റിൻ്റെ ഉള്ളിലേക്ക് ഇടാണ്. ക്യാരറ്റ് വേറെ ഒന്നല്ല, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇടുക. പച്ചമുളക് ഇടില്ല, പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ സുക്രു തിന്നൂല. അപ്പോൾ അത് ഇടുക, കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കുക. അതിന് ശേഷം ഈ തേങ്ങയും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ നമ്മൾ ക്യാരറ്റ് എടുത്ത് മാറ്റി വയ്ക്കുക. അതാണ് നമ്മുടെ ക്യാരറ്റ് ഉപ്പേരി. വളരെ ടേസ്റ്റാണ്, എന്നാൽ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. പിന്നെ ബാക്കിയുള്ള പാത്രങ്ങൾ എന്ന് വെച്ചാൽ ഇന്നലത്തെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു. തിന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചെങ്കിലും കുറച്ച് തകല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇന്നത്തേക്കാണ് വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ സ്ലാബൊക്കെ മൊത്തം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം അപ്പോഴേക്കും സൂചേട്ടൻ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൂചേട്ടനുള്ള ചായയൊക്കെ എടുക്കുകയാണ്. ഹലോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. സുക്രുവിനെ ഒന്ന് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്, ഫുള്ളാക്കിയിട്ടില്ല. പുട്ടും ചെറുപയറും വച്ചിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം കുക്കറിലാണ് മറ്റേ ചിരട്ടയുടെ ഇത് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വെന്തിട്ടുണ്ടായിരുന്നല്ലോ ചെറുപയർ. അപ്പോൾ അതൊന്ന് വെക്കണം, പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോഴേക്കും ഞാൻ നേരെ പോയി ഒന്ന് കുളിച്ചു വന്നിട്ടൊന്ന് വിളക്കത്തിച്ചിട്ട് പോയിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സുക്രുവിനെ ഞാൻ വെറുതെ യൂണിഫോം മാത്രം ഇടിച്ച് നിർത്തിയിട്ടുണ്ട്, സോക്സ് ഒന്നും ഇടിച്ചിട്ടില്ല.
സൂചേട്ടൻ കുളിക്കാനായിട്ട് പോയിരിക്കാനായിട്ട്. അപ്പം അപ്പോൾക്കും വിളക്കൊക്കെ ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് നേരെ വേഗം തന്നെ പണിയിലോട്ട് പോകട്ടെ. അതെ, നമ്മുടെ രണ്ടാമത്തെ കുക്കർ, മെയിൻ കുക്കർ അല്ല, വേറൊരു കുക്കറും കൂടി ഉണ്ട്. അത് നമുക്ക് ഫ്രീ ഒരു ഗിഫ്റ്റ് കിട്ടിയാണ് കേട്ടോ. അപ്പോൾ അത് ഇടക്കിടക്ക് എന്നെ ചതിക്കാറുണ്ട്. അതേപോലെ ഇന്നും ചതിച്ചു. ചെറുപയർ ഞാൻ ഉദ്ദേശിച്ച പോലെ വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരുമാതിരി പണികൾ കുറച്ച് ഡിലേ ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഒരു സമയം കൊണ്ട് പോയി കുളിച്ചിട്ട് ബാക്കിയുള്ള പണികളൊക്കെ വേഗം ചെയ്യാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കഴിയും. എന്തിനാണ് ചോറ് ഊറ്റി വെച്ചു. പിന്നെ അതേ ചെറുപയർ വെന്തിട്ടുണ്ട്. 2 വിസിലും കൂടി എൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് വേറെ പാത്രത്തിലോട്ട് വെച്ചിട്ട് നമ്മുടെ കുക്കറിലാണ് നമ്മൾ ഈ ചിരട്ടപ്പൂട്ട് പോലെയാണ് ചെയ്യുന്നത്. മറ്റേ പൊടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡീപ് പാത്രത്തിലിട്ടിട്ട് ഒറ്റയടിക്ക് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കുക്കർ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതാണ് ഈ പുട്ട് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഡിലേ വന്നത് കേട്ടോ. അങ്ങനത്തെ പുട്ട് ഒരടപ്പത്ത് ആവുന്നുണ്ട്, അപ്പുറത്ത് തന്നെ നമ്മുടെ ചെറുപയർ കറി ആവുന്നുണ്ട് കേട്ടോ. ഈ ചെറുപയർ കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ വെറുതെ ചുമ്മാ തള്ളല്ല, ഈ നമ്മുടെ സാധാരണ ചെറുപയർ കറി ഉണ്ടാക്കുമല്ലോ അതേപോലെ ഉണ്ടാക്കുക. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് എന്ത് ചെയ്യുക, നാളികേര പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കിടിലൻ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് പുട്ടിനിട്ടാൽ, വേറെ ഒന്നിനും ഞാൻ കൂട്ടി നോക്കിയിട്ടില്ല, പുട്ടിന് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഉപ്പുമുളക് ആ ഫാമിലിയിൽ, അപ്പോൾ അവരുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ സുക്രൂന് ചോറും കുറച്ച് ക്യാരറ്റ് ഉപ്പേരിയും പിന്നെ ചെറുപയറും കൂടി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്നാക്സിന് വേണ്ടിയിട്ട് ഇന്ന് കിഴങ്ങ് വറുത്തതാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ എന്തിട്ടാണ് ഇത് അവന് ഒരു 10 മണിയാകുമ്പോൾ ഇത് കൊടുക്കും, അവർക്ക് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പോലെ കൊടുക്കും. അപ്പോൾ പുട്ടും ചെറുപയർ കറിയും തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് എടുത്ത് വെച്ച് പിന്നെ കുറച്ച് വെള്ളം കൂടി എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു, ഞാൻ അവൻ്റെ ടിഫിൻ ബാഗൊക്കെ പാക്ക് ചെയ്യാണ്. ഇപ്പം എനിക്ക് ഭയങ്കര ഞാൻ ഇതായി എക്സ്പീരിയൻസ്ഡായി. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് ആദ്യമായിട്ട് ഇവനെ സ്കൂളിൽ പറഞ്ഞേക്കുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാനായിട്ട് എനിക്കൊരു തത്രപ്പാടായിരുന്നു. ഇപ്പം ഞാൻ ഭയങ്കര സ്പെഷ്യലിസ്റ്റായി എന്ന് തന്നെ പറയാം. അപ്പം നമ്മുടെ ഈ ചെറുപയർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സുക്രൂന് കുറച്ച് പുട്ടും കുറച്ച് ചെറുപയറും കൂടെ കൊടുക്കാനായിട്ട് പോവുകയാണ്. ആൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, പഠിക്കാനൊക്കെ ഒരു മടിയില്ല. എന്നാലും സ്കൂളിൽ അങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ്, ഭയങ്കര കരച്ചിലാണ്, ഒട്ടും രക്ഷയില്ല. ഇത്രയും LKG ആയിട്ട് ഇത്രയും ദിവസം, ഇനിയിപ്പോൾ അടുത്ത UKG പറയാം, എന്നാലും ഈ കരച്ചിൽ നിന്നിട്ടില്ല കേട്ടോ. ഈ കരഞ്ഞിങ്ങനെ പറഞ്ഞയക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല, എന്താണെന്ന് അറിയില്ല. പക്ഷെ പറഞ്ഞയക്കാണ്ടിരിക്കാനും പറ്റില്ല. അങ്ങനെ എന്നോട് കാത്തിരിക്കാനൊക്കെ പറഞ്ഞിട്ടാണ് ഈ പോണത്. അപ്പോൾ നമ്മുടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് പരപരാ വെറുത്ത് ഉദിച്ച് വരണുള്ള അച്ഛനും മോനും പോയി. അപ്പോൾ ഞങ്ങളുടെ റോസാപ്പൂ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു പ്രാവശ്യം ഉണങ്ങി പോയതാണ്, എന്നിട്ട് രണ്ടാമത് പിടിച്ചു വന്നാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. തുമ്പിക്കുട്ടി എൻ്റെ വീട്ടിലാണ്, ഇന്നാണ് കേട്ടോ ഞാൻ തുമ്പിക്കുട്ടിനെ പോയി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. ഞാൻ പറഞ്ഞില്ല, കുറച്ച് കാരണങ്ങളായിട്ട് തുമ്പിക്കുട്ടി 2 ദിവസമായിട്ട് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്നു. ഹലോ, അപ്പോൾ നമ്മുടെ സുക്രമണിനെ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ട്. ടിവിയുടെ ഒന്ന് ഓഫ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ സുക്രമണിനെ സ്കൂളിൽ വിട്ടിട്ടുണ്ട്. സ്കൂളിൽ എന്തിട്ടാണ് അങ്ങനെ ഒരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലേ, സ്കൂള് തുറന്നപ്പോൾ എന്തിട്ടൊക്കെ ഞാൻ പറയണേന്ന് എനിക്ക് തന്നെ ഒരു പിടിത്തില്ല കേട്ടോ. അതായത് ഇവൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ മുതൽ, അല്ലെങ്കിൽ നമ്മൾ ലാഗ് അടിക്കും, പിന്നെ ചെയ്യാം കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിക്കും പണികളൊക്കെ. ഇതാകുമ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് പെരടിച്ച് ഒന്ന് തുടക്കുന്നില്ല, അടിക്കാനുണ്ട് കേട്ടോ. പിന്നെ സുധിച്ചേട്ടൻ വരും, ആക്കി കഴിഞ്ഞിട്ട് വരും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ ഇന്നത്തെ പുട്ടും ചെറുപയറും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ ചെറുപയർ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിൽ കുറച്ച് നാളികേര പാലൊന്ന് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അത് നമ്മുടെ പൊൻകതിർ പുട്ടിൻ്റെ കൂടെ ഭയങ്കര ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഞാൻ ഈ ലേറ്റസ്റ്റ് നമ്മുടെ ഉപ്പുമുളക് ഫാമിലിയിൽ അവർ ഉണ്ടാക്കണം കണ്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, മസ്റ്റാണ് കേട്ടോ, മസ്റ്റ് ട്രൈ ചെയ്യണം. അപ്പോൾ അതേ തുമ്പിക്കുട്ടി വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് തുമ്പിക്കുട്ടിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. 2 ദിവസം കുറച്ച് കാരണങ്ങളെ ഞാൻ അവിടെ നിർത്തിയതാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു എനിക്ക്, അപ്പോൾ അതുകൊണ്ട് അവിടെ നിർത്തിയതാണ്. തുമ്പിക്കുട്ടി അടിപൊളിയായിട്ട് നിന്നു കേട്ടോ. എന്നുവെച്ചാൽ അത്ര അറിവായിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് നിന്നു. പിന്നെ നമ്മുടെ നിൽക്കുന്നവർക്ക് കുഴപ്പമില്ല. പിന്നെ പടിഞ്ഞാറൊക്കെ പോവും, എല്ലാവരും കാണുമ്പോൾ അവർക്ക് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ അപ്പം അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. ചെറിയ ഒരു മോർണിംഗിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.